എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. പുതിയൊരു ഡിഷാണ്. പൊക്കവടയാണ്. കാബേജും കൊണ്ടുള്ളൊരു പൊക്കവട. കാബേജ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കാബേജാണ്. ഒരു 200 ഗ്രാം ഉണ്ട്. ഇങ്ങനെ നീളത്തിൽ അരിയണം. കുറച്ച് കനലില്ലാണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. നമുക്കിത് എന്തൊക്കെ ഇട്ടിട്ട് കുഴക്കണത് നോക്കാം. കാബേജ് ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളക് അടിയിൽ ഇതുണ്ട്. എന്താ പറയുക, ഈ കറുവേപ്പില പറയാൻ വിട്ടുപോയി. കറുവേപ്പിലാണ് അടിയിൽ. അത് അരിഞ്ഞിട്ടാണ്. പച്ചമുളക്, കറുവേപ്പില, പച്ചമുളക്, കാശ്മീരി മുളക് പൊടി 2 സ്പൂണ്, 1 സ്പൂണ് അരിപ്പൊടി, 2 സ്പൂണ് പൊട്ടുകടല പൊടിച്ചാണ്, 1 സ്പൂണ് കോൺഫ്ലവർ പൊടി 1 സ്പൂണ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത് 1/2 സ്പൂണ്, കുറച്ച് പെരുങ്കായപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ്. നല്ലോണം കുഴയ്ക്കണം. നല്ല കുഴച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ കാണാം. എണ്ണ ഒഴിക്കണോ? ഇതിനെല്ലാം ഒഴിക്കുന്നത്. എണ്ണ ചൂടാവട്ടെ. നല്ല ചൂടാവണം. എന്നിട്ട് മീഡിയം ചൂടിട്ട് എല്ലാം വറുത്ത് പോരണം. എന്നിട്ടൊക്കെ ചൂടായെണ്ണോ എണ്ണ ആവട്ടെ. നല്ല ഒന്ന് മിക്സ് ആക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണയിലിട്ട് കൊടുക്കാം. എന്നിട്ട് മെല്ലെ തിരിച്ച് മറിച്ചിട്ടിട്ട് കുറച്ച് നേരം വേവാൻ. കേബേജല്ലേ, പിച്ചിട്ട് കൊടുക്കണം. ഉണ്ടായിട്ട് കൊടുക്കാൻ പാടില്ല. ചുട് കൈയൊക്കെ നോക്കിയെടുക്കണം. ഇടണം ഇങ്ങനെ കട്ടയിൽ ഇടാൻ പാടില്ല. അങ്ങനെ പരത്തി ഇടണം. സൂപ്പർ ടേസ്റ്റുള്ള ഒരു കാബേജ് പൊക്കവട ഉണ്ടാക്കാം. ഇനി നല്ല വേവട്ടെ. സ്കൂൾ ലീവൊക്കെ അല്ലേ, സ്കൂൾ ലീവ് ഉള്ളപ്പൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. വലിയവർക്കും കഴിക്കുക, കുട്ടികളും കഴിക്കുക, എല്ലാവരും കഴിക്കുക. ലീവ് ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുക. കറിവേപ്പില മല്ലിയിലൊക്കെ ഇടാം. ഞാൻ കുറച്ച് കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ ആയോലെ വെറുതെ ഇളക്കാനും പറ്റില്ല. സ്ലോയിൽ വെന്ത് വരണം. കുറച്ച് മുരുക്കനാവണം. പിന്നെ കളറ് മാറി വരും. അപ്പോഴാണ് വേവുള്ളൂ. ആ വൈറ്റ് കളറൊക്കെ മാറിയിട്ട് കുറച്ച് കളർ മാറി ചേഞ്ചായി വരുമ്പോഴാണ് വെന്തെന്നുള്ള അർത്ഥം. പിന്നെ അപ്പോൾ അതൊക്കെ തന്നെ അടങ്ങണം.
തേങ്ങയുടെ. മണക്ക കാബേജ് പക്കോട. നല്ല എണ്ണ വടിഞ്ഞ് എടുത്ത് ബ്രൗൺ കളറായി മാറി നമ്മുടെ ഉള്ളിയൊക്കെ വറുത്ത മാതിരി ഉണ്ട്. സൗണ്ട് കാണാൻ ഇടുമ്പോൾ അങ്ങനെ പക്കോട റെഡി. ഈസി ടേസ്റ്റി കാബേജ് പക്കോട റെഡിയായി. എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കാം കേട്ടോ.